പള്ളത്താംകുളങ്ങര ഈസ്റ്റ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ പൊതുയോഗവും വിദ്യാഭ്യാസ അനുമോദന ചടങ്ങും നടന്നു. ചടങ്ങിന് മുന്നോടിയായി വൈകിട്ട് 3 മണിക്ക് ലഹരി വിമുക്ത റാലി നടന്നു. തുടർന്നുള്ള പൊതുയോഗത്തിൽ പ്രസിഡന്റ് റോയ് കോരുത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഉണ്ണി ടി.എം. സ്വാഗതം പറഞ്ഞു. കമ്മിറ്റി മെമ്പർ BN മുരുകേഷ് അനുശോചന സന്ദേശം നടത്തി. കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുഴുപ്പള്ളി റെസിഡൻസ് അപെക്സ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. സിനി ആർട്ടിസ്റ്റും മിമിക്രി കലാകാരനുമായ അപ്പു ജോസ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തലും ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കലും വിദ്യാഭ്യാസ അവാർഡ് ദാനവും റിപ്പോർട്ട് അവതരണവും നടന്നു. വാർഡ് മെമ്പർ ബീന ദേവസി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. വീണ ഷനോജ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും ഭക്ഷണവും ഉണ്ടായിരുന്നു. ഞങ്ങൾ കരുളേണം എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്ന മധുരമാവേണം, നന്മകൾ മാത്രം തോന്നേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുണത്തിനു വേണ്ടി ബലിയർപ്പിച്ച ധീരജവാന്മാർ, കലാകായിക ശാസ്ത്ര സാഹിത്യ സാമൂഹിക രംഗങ്ങളിലെ വ്യക്തികൾ, വിവിധ പ്രകൃതിക്ഷോഭങ്ങളിൽ കൂടി മരണപ്പെട്ടവർ, റെസിഡൻസിലെ കുടുംബാംഗങ്ങളുടെ ബന്ധുമിത്രാദികൾ തുടങ്ങി അറിഞ്ഞും അറിയാതെയും മരണപ്പെട്ട എല്ലാവർക്കും ഒറ്റവാക്കിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അവരുടെ ആത്മാവിനെ നിത്യശാന്തി ലഭിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനം. റെസിഡൻസ് അസോസിയേഷൻ്റെ മെമ്പർമാരെ, ഇന്ന് നമ്മുടെ പൊതുയോഗമാണ്. ഈ പൊതുയോഗം ഇന്ന് പള്ളത്താംകുളങ്ങര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചിട്ട് 8 വർഷം പൂർത്തിയായി 9ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ കടക്കുന്ന വേളയിൽ ഇതിനെ അഹോരാത്രം ഈ അസോസിയേഷൻ എല്ലാ പിന്തുണയും അതുപോലെ തന്നെ നല്ലൊരു നയിക്കാനുള്ള കഴിവും നമുക്ക് ഉണ്ടാക്കി തന്ന നമ്മളുടെ കോരതേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത് ഈ 9ാമത്തെ വാർഷികം നമ്മൾ നടക്കുന്നത്, പൊതുയോഗം നടക്കുന്നത്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമ്മളുടെ കർത്തവ്യം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുമ്പ് നമ്മൾ 2 വാക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഇന്ന് ഇതുപോലെയുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുക, അതുപോലെ അതിനുള്ള വ്യക്തികളോ സംഘടനകളോ രംഗത്ത് വരാറില്ല. കാരണം പൊതുവെ വരാറില്ലാത്ത കാരണം സമയമില്ലാത്തതാണ് പ്രധാനം. അതുപോലെ താല്പര്യമില്ല. സമയമില്ല എന്നുള്ളത് താല്പര്യമില്ലാത്തത് സമയത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ച് ഒഴിവാകുന്ന ഒരു കൂടുതൽ ആളുകളും ആണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരാത്തത്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്ന പ്രസിഡന്റിന് അപെക്സിൻ്റെ പ്രസിഡന്റ് അറിയാം. ഇവിടെ ധാരാളം റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. വളരെ നന്ദിക്ക് കൊണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. നമ്മളത് പുനരുദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഒരു കൂട്ടായ്മ, സ്നേഹ കൂട്ടായ്മ നമ്മളിൽ ഉണ്ടാവുക, പരസ്പരം അറിയുക നമ്മളുടെ അടുത്തുള്ള വീട്ടുകാർ. കാരണം നമ്മളുടെ നഗരവൽക്കരണ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ ഗ്രാമജീവിതത്തിലെ ആളുകളെ പരസ്പരം അടുത്തുള്ള വീട്ടുകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നഗരവൽകൃതമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കൂട്ടായ്മ നമ്മൾക്ക് കൂടുതൽ അതിൽ ഇടവും. ഈ പരിപാടികൾ തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടാകുന്ന ആ കൂട്ടായ്മയിൽ അതിൻ്റെ അനുഭവത്തിലൂടെ നമുക്കത് മനസ്സിലാവും. ഓരോ പരിപാടികൾ അവതരിപ്പിക്കാനും അതുപോലെ ഓരോ പ്രവൃത്തി ചെയ്യാനും ഓരോ വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഉത്സാഹം കാണുമ്പോൾ തന്നെ ഈ കൂട്ടായ്മയുടെ ഒരു അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ നല്ലൊരു ഐക്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മളിവിടെ കണ്ടത്. നമ്മുടെ മരത്തണലിരുന്ന് ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. കുറച്ച് ശിഷ്യന്മാരുണ്ട് കൂടെ. ശ്രീബുദ്ധൻ അവരോട് ചോദിച്ചു, ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു 50, 60, 70, 80. ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അതൊന്നുമല്ല
എന്ന് ബുദ്ധൻ മറുപടി പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, 50 വയസ്സ് പോലും ഇല്ലേ ഒരു മനുഷ്യന്റെ ആയുസ് എന്നുള്ളത്? അത്രയേ ഉള്ളൂ, 50 വയസ്സ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ ബുദ്ധൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരു ശ്വാസം വിടുന്ന സമയം അത്രയേ ഉള്ളൂ. അപ്പോൾ ശിഷ്യന്മാർക്ക് സംശയമായി. ശിഷ്യന്മാർ പറഞ്ഞു, ഒരു ശ്വാസം വിടുന്ന ഒരു നിമിഷം മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ആയുസ്. ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഒരു ശ്വാസം വിടുന്ന സമയം, ഒരു നിമിഷം മാത്രമല്ല ജീവിതം. ഓരോ ജീവിതത്തിൽ ഓരോ നിമിഷവും ആസ്വദിക്കണം. അത് എങ്ങനെയാ? പൂർണ്ണ മനസ്സോടെ ആസ്വദിക്കണം. ഇവിടെ നമ്മള് കുറെ ആളുകളുണ്ട്, കുറെ പേര്, ഒരു കൂട്ടര് എങ്ങനെയാ ജീവിക്കുന്നത്? ഭൂതകാലത്തിൽ വന്ന് ജീവിക്കും, ഭൂതകാലത്തിൽ അതേ കാലത്തിൽ വന്ന് ജീവിക്കുന്ന, ഇപ്പോഴും ജീവിക്കുന്നവരാണ്. ചിലവര് ഭാവി കാലത്തെ കുറിച്ച് ആശങ്കപ്പെട്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ വർത്തമാനകാല ജീവിതം ഇവരുടെ എല്ലാവരും നരകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചിന്തിച്ചിട്ട് സങ്കടപ്പെട്ടും വിഷമിച്ചും ഈ ആശങ്കപ്പെട്ടും ഇങ്ങനെ അവരുടെ വർത്തമാനകാല ജീവിതം നരകിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഒരു നിമിഷമുള്ളെങ്കിൽ ആ ജീവിതം ആസ്വദിച്ച് പൂർണ്ണമായി ആഘോഷിച്ച് മറ്റുള്ളവരുമായി സംവദിച്ച് നല്ല രീതിയിൽ ജീവിച്ചാൽ അവരുടെ ജീവിതം ധന്യമാവും എന്ന് പറഞ്ഞ് ബുദ്ധൻ വാക്കുകൾ അവസാനിപ്പിക്കുക. നമ്മൾക്ക് ഈ സായാഹ്നത്തിൽ, ഈ കുറച്ച് സമയത്ത് നമ്മളുടെ കൂടെ ഇരിക്കുന്ന എല്ലാവരുമായി കുറച്ച് നേരം സംസാരിച്ച് പരിചയപ്പെട്ട് ആസൗഹൃദം നിർത്തി നമ്മളുടെ ഈ പേരയുടെ ഈ പൊതുയോഗത്തില് നല്ലൊരു പ്രവർത്തനം ഉണ്ടാവട്ടെ എന്നും പറയുന്നുണ്ട്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ അധ്യക്ഷനായി നമ്മുടെ പ്രിയപ്പെട്ട റോയ് കോരത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ ഈ പൊതുയോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചുറുക്കുമുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് KS നിതിൻ അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ വാർഡിന്റെ മെമ്പറുമായ ശ്രീമതി ബീന ദേവസിയെ ഈ വേദി പൊതുയോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. റെസിഡൻസിന്റെ കൂട്ടായ്മയായ പുൽപ്പള്ളി പഞ്ചായത്തിന്റെ റെസിഡൻസിന്റെ കൂട്ടായ്മയായ അപ്പെക്സ് കൗൺസിൽ പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട എന്ത് കാര്യത്തിനും നമ്മളോടൊപ്പം നിൽക്കുന്ന, എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളെ വിളിച്ചാൽ എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രശേഖരനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഇവിടെ
വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഏറെ പ്രിയങ്കരനായ ശ്രീ റോയ് കോരത്, ഈ വാർഡിൻ്റെ മെമ്പറും റെസിഡൻസ് അസോസിയേഷൻ്റെ രക്ഷാധികാരിയുമായ ശ്രീമതി ബീന ദേവസി, റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ, വിശിഷ്ടാതിഥിയായി എത്തിച്ചേരുന്ന ഏറെ പ്രിയപ്പെട്ട സിനിമാ ആർട്ടിസ്റ്റും പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ അപ്പു ജോസഫ്, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ശ്രീ ടി എം ഉണ്ണി, ശ്രീ വി എൻ മുരുകേഷ്, ശ്രീമതി വീണ ഷനോജ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, ഏറ്റവും പ്രിയപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങളെ, വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിയുടെ ഭാഗമായി ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചത്. കാരണം കാലാവസ്ഥ വളരെ പ്രതികൂലമായിട്ടും റെസിഡൻസിൻ്റെ അംഗങ്ങളെല്ലാവരും തന്നെ ഈ പരിപാടിക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഉണ്ണിച്ചേരോടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. കാരണം നമ്മളുടെ കുടുംബ കൂട്ടായ്മകൾ അത് നമ്മളുടെ നാടിൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. പക്ഷെ ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്ന് നമ്മൾ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി തന്നെ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിലേക്ക് ഒതുങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെ വലിയ പ്രഷറിലാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടി, അത്യാവശ്യം പൈസയുള്ള ആളുകൾ സാമ്പത്തിക ഭദ്രത കൂടുതൽ ഭദ്രമാക്കുന്നതിന് വേണ്ടി, സാമ്പത്തിക ഭദ്രതയില്ലാത്ത ആളുകൾ അവരുടെ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടി ഒക്കെ ഓട്ടത്തിലാണ്. അപ്പൊ അതിനിടയിൽ നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനത്തിനൊന്നും സമയം കിട്ടാത്ത കുറെ ആളുകൾ. അതുകൊണ്ട് തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ പ്രവർത്തനങ്ങൾ, അതുപോലെയുള്ള കുറെ കൂട്ടായ്മകളിൽ വളരെ കുറവ് വരുന്നുണ്ട്. അതിന്റെ ഫലം നമ്മൾ നന്നായിട്ട് അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ നിരവധി പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. നമ്മളുടെ നാട്ടിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ കൂട്ടത്തിലെ ആളുകളെ, അമ്മമാരെ, സഹോദരിമാരെ, അല്ലെങ്കിൽ ചെറിയ വിദ്യാർത്ഥികളടക്കമുള്ള കുട്ടികളെ ശാരീരികമായി അതിക്രൂരമായി ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും ഒക്കെ നമുക്കിടയിലാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇടയിലെ കുട്ടികളെ മയക്കുമരുന്നിന് അടിമയാക്കുന്ന സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം ഒരു വിധത്തിൽ നമ്മളുടെ കുടുംബ കൂട്ടായ്മകളില്ലാതെ നമ്മൾ ഒറ്റയ്ക്കായി നമ്മളിലേക്ക് ഒതുങ്ങിയത് കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്ത, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടൊരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി വിവാഹമൊക്കെ കഴിഞ്ഞു, ഭർത്തൃ വീട്ടിൽ വന്ന് താമസിച്ചു. അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ആ പെൺകുട്ടി മരണപ്പെട്ടു. ആ പെൺകുട്ടിയുടെ മരണകാരണം എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ട് ദിവസങ്ങളോളം പഞ്ചസാര മാത്രം കൊടുത്തുകൊണ്ട്, പഞ്ചസാര മാത്രമാണ് കൊടുക്കുന്നതെന്ന് വായിച്ചത്. അങ്ങനെ കൊടുത്ത് മരണപ്പെടുമ്പോൾ ആ പെൺകുട്ടിയുടെ തൂക്കം എന്ന് പറയുന്നത് 21 കിലോ ആയിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, പ്രായപൂർത്തിയായി വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി പട്ടിണി കിടന്ന് നമ്മളുടെ സമൂഹത്തിൽ നമുക്കിടയിൽ മരണപ്പെട്ടു. എന്താ കാരണം? നമുക്കറിയാലോ, നമ്മൾ കൂട്ടമായിട്ട് ജീവിക്കുന്ന ആളുകൾ. പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരു ചക്ക പഴുത്താൽ അല്ലെങ്കിൽ ഒരു നല്ല കറി വെച്ചാൽ പരസ്പരം പങ്കുവെച്ച്, ഒരാളെ വീട്ടിൽ കാണാതിരുന്നാൽ, ഒരു അല്പസമയം കാണാതിരുന്നാൽ നമ്മൾ അന്വേഷിക്കും, മകൾ എവിടെ പോയി, അല്ലെങ്കിൽ ചേട്ടൻ എവിടെ പോയി എന്നൊക്കെ നമ്മൾ പരസ്പരം അന്വേഷിക്കും. ആ നമുക്കിടയിലാണ് ഒരു പെൺകുട്ടി ഇത്രയും ദിവസം പുറത്തേക്ക് ഇറങ്ങാതെ വീടിനുള്ളിൽ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതിരുന്നത്. അങ്ങനെ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളുടെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിൽ കൃത്യമായി റെസിഡൻസ് അസോസിയേഷനുകളുടെ റോളുകളെ കുറിച്ച് പറയുന്നുണ്ട്. മാലിന്യ സംസ്കരണം അതിൽ പ്രധാനപ്പെട്ട റോള് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഉണ്ട്. അതുപോലെ ഒരുപാട് നമ്മളൊക്കെ പണ്ടൊക്കെ റെസിഡൻസ് അസോസിയേഷന്റെ ഒക്കെ തുടക്കകാലത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമൊക്കെ വീടിന്റെ പ്രദേശത്ത് ഒരു മോഷണം പതിവായി കഴിഞ്ഞാൽ അതിനെതിരെ ആദ്യം ഇറങ്ങുന്നത് കുടുംബ കൂട്ടായ്മകളായിരിക്കും. നമുക്ക് മുന്നിൽ തന്നെ ഉണ്ടല്ലോ നല്ല ഉദാഹരണം. നമ്മളുടെ വൈപ്പിൻ മുനമ്പം ദേശീയപാതയിൽ നമ്മളുടെ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ
റെസിഡൻസ് അസോസിയേഷൻ, അപ്പെക്സ് കൗൺസിലും റെസിഡൻസ് എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും അതിന് വഹിച്ച പങ്ക്, അങ്ങനെ ഒരുപാട് നല്ല നന്മകളൊക്കെ ഉള്ള നമ്മളുടെ കൂട്ടായ്മകൾ പലതും പതിയെ പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാറുന്ന സ്ഥിതി തന്നെ ഉണ്ടാവണം. അതിന് ഒരു ഉത്തമ മാതൃകയായിട്ട് നമ്മളുടെ PERA അല്ലെ, ആ റെസിഡൻസ് അസോസിയേഷനെ മുന്നിൽ നിൽക്കാൻ കഴിയും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം ആ ഉറപ്പ് ഞങ്ങൾക്ക് തോന്നാൻ കാരണം മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ നമ്മൾ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് വിമർശനങ്ങൾ, അല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന തരത്തിലൊക്കെ ആളുകൾ നമ്മളോട് പറയുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷെ നമ്മളുടെ നാടിനെ മാലിന്യമുക്തമാക്കേണ്ടത് നമ്മളുടെ നാടിന്റെ ആവശ്യമാണ്, നമ്മളുടെ ജനങ്ങളുടെ ആവശ്യമാണ്, നമ്മളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി പതിയെ 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 നമ്മൾ ആളുകളെയൊക്കെ പതിയെ നമ്മളിലേക്ക് അടുപ്പിച്ച് ഈ പ്രവർത്തനം പൂർത്തിയാക്കുമ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാതൃകയായിരുന്നു പള്ളത്താങ്കുളങ്ങര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയാതെ പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം നമ്മൾ ആ ഒരു പുരസ്കാരം, ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾക്ക് പുരസ്കാരം നിർണയിക്കുന്ന ഘട്ടത്തിൽ വീണ ചേച്ചി ആദ്യം തന്നെ ഈ പേര്, റെസിഡൻസ് അസോസിയേഷന്റെ പേര് പറഞ്ഞപ്പോ ഒരു മറുത്തൊരഭിപ്രായമില്ലാതെ എല്ലാവരും ഏകകണ്ഠമായിട്ട് ഈ റെസിഡൻസ് അസോസിയേഷനാണ് ആ പുരസ്കാരം ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് തീരുമാനിക്കുന്ന സ്ഥിതിയാണ്. ആരും ഒരാള് പോലും വകുപ്പായി പോയി. ഞാൻ ഒരു അത്യാവശ്യം എറണാകുളത്ത് പോയിരിക്കുകയായിരുന്നു. വരുന്ന വഴിക്ക് മാനാട്ടുപറമ്പിലൊരു മരം വീണിട്ട് കുറച്ചു നേരം ബ്ലോക്കായി. ഇപ്പൊ പിന്നെ വേറെ ഇടവഴി കയറിയാണ് വന്നത്. അതുകൊണ്ടാണ് വരാൻ താമസിച്ചത്. ആദ്യമേ തന്നെ കൃത്യസമയത്ത് ഞാൻ പൊതുവെ പരിപാടികൾക്ക് 5 മിനിറ്റ് മുമ്പ് എത്തുന്ന ആളാണ്. മിക്കവാറും പോസ്റ്റ് അടിച്ച് നിൽക്കും. എല്ലാവരും അതിന് ശേഷം കയറിയിരിക്കേണ്ടി വരും. ഇന്ന് ആദ്യമായിട്ടാണ് ഇച്ചിരി വൈകിയത്. അപ്പൊ എന്തായാലും അതിന് ആദ്യമേ തന്നെ ഒരു ക്ഷമ വെച്ചിട്ട് തുടങ്ങിയാണ്. അപ്പോ പള്ളത്താങ്കുളങ്ങര റെസിഡൻസ് അസോസിയേഷനിലെ കുറച്ചുപേരെ മാത്രമേ എനിക്ക് പരിചയമില്ലാത്തുള്ളൂ. ബാക്കി എല്ലാവരും വളരെ അടുത്ത നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് മുരുകേഷ്, നിങ്ങളുടെ റെസിഡന്റ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ നയിക്കുന്ന ഒരാളാണ് മുരുകേഷിന്റെ ചെറുപ്പം മുതലുള്ള, വളരെ ചെറിയ ക്ലാസ് മുതലുള്ള അടുത്ത കൂട്ടുകാരനും സുഹൃത്തുമൊക്കെയാണ്. മുരുകേഷ് 2-3 ആഴ്ച മുമ്പാണ് വിളിച്ചത്. ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക്, നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന പരിപാടിയിലേക്ക് എന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന്റെ പേരിൽ ഈ പള്ളത്താങ്കുളങ്ങര ഈസ്റ്റ് റെസിഡന്റ് അസോസിയേഷന്റെ എല്ലാ ഭാരവാഹികളോടും കുടുംബങ്ങളോടുമുള്ള ഏറെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പിന്നെ നിങ്ങളോട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഉപദേശിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ എനിക്കറിയില്ല. നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതോ അതല്ല എന്ന് എനിക്കറിയാം. എന്തായാലും വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യായ നിബിൻ, മറ്റേ റെസിഡന്റ് അസോസിയേഷനിലെ കുടുംബങ്ങളെ, സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ഒത്തുകൂടലുകൾ ഇപ്പോ ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. പലരും ആദ്യമൊക്കെ ഭയങ്കര ആവേശപൂർവ്വം തുടങ്ങിയ പല റെസിഡൻസ് അസോസിയേഷൻ, പ്രത്യേകിച്ച് ഞാനും കൂടി മെമ്പറായിട്ടുള്ള ഒരു റെസിഡന്റ് അസോസിയേഷൻ ഉണ്ട്. ഞാൻ പുള്ളിയോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, എന്താണ് റെസിഡന്റ് പരിപാടി ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, അതിന് ഉണ്ടാവുന്ന തോന്നലില്ല, ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള വലിയ മഴ കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഇത്രയും പേരെങ്കിലും ഒത്തുകൂടി ആ ഒരു ഒത്തൊരുമ ഇപ്പോഴും തുടർന്നു പോകുന്നതിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞാനൊരു ചെറിയൊരു മിമിക്രിക്കാരനാണ്, ചെറിയൊരു അഭിനേതാവാണ്. അപ്പൊ എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കണമെന്ന് എനിക്കറിയില്ല. മിമിക്രി വേണോ? കാരണം കൂടുതൽ പ്രസംഗിക്കില്ല, ഉറപ്പ്. പിന്നെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ആളാണ്. ചെറുപ്പം മുതൽ എന്നെ വളർത്തിയിരിക്കുന്ന നാടാണ്. പല ആൾക്കാരും കൈയടിച്ചുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും നിങ്ങളുടെ കൈയടി കൊണ്ടൊക്കെ തന്നെ കുറച്ച് ആത്മവിശ്വാസം കിട്ടി കലാരംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ ഒരു പരസ്യത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ബിൽമയുടെ പരസ്യം, ഓണത്തിന് വരുന്നൊരു പരസ്യമാണ്. നമ്മുടെ ആഫ്രിക്കക്കാരനായിട്ടുള്ള ഒരാളുടെ കൂടെ, അതായത് റീലുകളിലൂടെ നിങ്ങൾക്ക് പുള്ളിനെ ഭയങ്കര പ്രശസ്തനായിരിക്കുള്ളൂ. കിലിപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പരസ്യം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് അപ്രതീക്ഷിതമായിട്ട് പിന്നീട് രാത്രി വിളിച്ച് റെഡി ആയതാണ്. കാരണം നമ്മള് ഭയങ്കരമായിട്ട് പുള്ളിനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ടാൻസാനിയക്കാരനായിട്ടുള്ള കിലിപ്പോൾ, നിങ്ങൾ പലരും റീലുകളിലൂടെ കണ്ടിട്ടുണ്ടാവും. ഒരു ആദിമ ഗോത്രവർഗത്തിന്റെ വേഷത്തിൽ, ഞാൻ അതേ വേഷത്തിൽ തന്നെയാണ് വന്നത്. അപ്പൊ അവരുടെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ള വലിയ ഭാഗ്യം ഉണ്ടായി. ഇപ്പൊ എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ വേദികളിൽ അവതരിപ്പിച്ച് വിജയിച്ച ഒരൈറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ ശബ്ദരൂപമാണ്. മിക്കവാറും ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ ഓണത്തിന് ഇറങ്ങുന്ന കുഞ്ചാക്കോ ബോബന്റെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന ഒരു സിനിമയിലും കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട്. അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന സിനിമ. അതില് മിക്കവാറും മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു ഫിഗറാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു
നിയമസഭയിലെ കാര്യങ്ങളൊക്കെയാണ് അവിടെ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് പോയില്ലെങ്കിൽ സിനിമ അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല, തിയേറ്ററിലൊന്നും കണ്ടാലേ ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. കട്ട് ചെയ്ത് പോയില്ലെങ്കിൽ ഓണത്തിന് ഇറങ്ങുന്ന ഒരു സിനിമയിലുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചിന്റെ ചെറിയൊരു അംശം ഒന്ന് ആദ്യം അതിനെടുത്തിട്ടാണ്. നല്ല വേണമെങ്കിൽ കൈയടിക്കണം, നന്നായില്ലെങ്കിൽ കൈയടിക്കണം, ഞാൻ നന്നായിക്കോളാം. ഓക്കെ അല്ലേ? പോലീസിന്റെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാലം പണ്ട് ബ്രണ്ടൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം. ആ കാലത്തെ പറ്റി ഈ പറയുന്നവർക്ക് അറിയില്ലെങ്കിൽ പഴയ ആളുകളോട് ചോദിക്കുന്നത് നല്ലതാണ്. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകൾക്ക് നടക്കം കൂടെ തന്നെ നടന്നു പോയിട്ടുള്ള ആളാണ് ഞാൻ. അന്നൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് എന്നെ ഇപ്പൊ എന്ത് ചെയ്ത് കളയുന്നതാണ്. അതുകൊണ്ട് അമ്മാതിരി വരട്ടലും പരമേശ്വരം ഒന്നും ഈ പാർട്ടിയോട് വേണ്ട, എന്നോട് വേണ്ട. എന്തിനു വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു? പഠിച്ചാൽ നേരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പള്ളിയിലച്ചന്റെ ശബ്ദമാണ്. പള്ളിയിലച്ചൻ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്ക് അറിയാവുന്ന ഒരു പള്ളിയിലച്ചൻ. ഒരു കാപ്പിപ്പൊടി കളറിന് ഉടുപ്പ് കിട്ടുമെന്ന് കല്യാണം കഴിഞ്ഞവരെ ഉദ്ദേശിക്കുന്ന ഒരു പള്ളിയിലച്ചനില്ലേ, അദ്ദേഹത്തെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടെങ്കിൽ അറിയാൻ പറ്റും. ശരിയാവുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് മനസ്സിലാവും. വിവാഹം എന്ന് പറയുന്നത് പിള്ളേരില്ല, കണ്ടവാഴ്ചയല്ല. കൂടുമ്പം ഇപ്പം വളരെ കുടുംബം ഇപ്പം ഇല്ലെങ്കിൽ പോകുമ്പം എന്താ പറയുക? പിന്നെ പറയും ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേരി കിടക്കാം, ഒരുമയില്ലെങ്കിൽ ദാമ്പത്യം വെൽഡിങ് കേൾക്കുമ്പോൾ ഒരുപോലെയാണ്, പക്ഷെ വലിയ വ്യത്യാസമുണ്ട്. വെൽഡിങ് എന്ന് പറയുമ്പോൾ ആദ്യം അതിന് തീയുണ്ടാകും, പുകയുണ്ടാകും, പൊട്ടലുണ്ടാകും, ചീച്ചിലുണ്ടാകും. അത് കഴിയുമ്പോൾ അതങ്ങ് സെറ്റാകും. എന്നാൽ വിവാഹം എന്ന് പറയുന്നത് നേരെ മറിച്ച. ആദ്യം ഇതിന് വീട്ടുകാര്, നാട്ടുകാര്, സ്വന്തക്കാര്, കൂട്ടുകാര് എല്ലാവരും ഒന്ന് ചേർത്ത് നിർത്തും. എല്ലാവരും പോയി കഴിയുമ്പം ജീവിതത്തിന് മൊത്തം തീയായിരിക്കും, പുകയായിരിക്കും, പൊട്ടലായിരിക്കും, ചീച്ചലായിരിക്കും. അല്ല വ്യത്യാസം. ഇനി ആരവേണ്ടേ? ആരവേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ആൾക്കാർ ചെയ്യാൻ പറ്റിയിരിക്കുന്ന അറിയുമോ അല്ലേ? എന്തായാലും നമ്മുടെ മിമിക്രിക്കാർക്ക് അഭിമാനം വേണ്ട. ആദ്യമായിട്ട് ദേശീയ അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു താരമാണ് സലീം കുമാർ. അദ്ദേഹത്തിന്റെ കട്ടപ്പനയിലെ ദിഗ്വർഷം എന്ന് പറയുന്ന ഒരു കോമഡി ഡയലോഗ്. നിനക്ക് അറിയില്ലൊന്ന് ബ്രാഹ്മണൻ കട്ടുപണി സത്തുവിന്ന് നേരത്ത് 10 രൂപയ്ക്ക് വായ കൂട്ടി ചായ വാങ്ങിച്ച് അയാളൊരു ചായ പൂച്ചോടത്തിന് പോയപ്പോ ആ പൂച്ചോടെ പുറകെ 5 രൂപ തോടി അതൊരു പിടിച്ച് പാർത്തിരിച്ച് ക്രീക്കില് കാണിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചായ കൊണ്ടുപോയി കൊടപ്പള്ളിട്ട് കറി വെച്ച മഴക്കൊത്തി മോറാന്റെ മ്യാമൻ ഭവൻ സൃഷ്ടിയും ഭവൻ മനസ്സുവെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. എന്തേ താല്പര്യ കക്ഷിയല്ല. അപ്പൊ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങളുടെ റെസിഡന്റ് അസോസിയേഷന്റെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഹൃദയപൂർവ്വമായ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു. പഴത്താങ്കുളങ്ങര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ 8 വർഷം കഴിഞ്ഞ് 9ാമത്തെ വാർഷിക ആഘോഷം നടക്കുന്ന ഈ വേളയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന റോയി കോൽദരൻ, നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടകരും നിർമ്മിച്ച ബഹുമാനീയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CKS നിബിൻ അവർക്കും, ഇവിടുത്തെ വാർഡ് മെമ്പർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബാംഗങ്ങൾ ഒത്തുകൂടിയ ഈ വേളയിൽ കാലാവസ്ഥ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ഇത്രയും അംഗങ്ങൾ ഒത്തുകൂടാൻ സാധിച്ചു. ഒത്തുകൂടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സംഘാടകർ അതിനു വേണ്ട ആ ജോലി ചെയ്തു എന്നുള്ളതിൽ വളരെ അഭിമാനപൂർവ്വം പറയുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. കുഴപ്പള്ളി പഞ്ചായത്തിലെ ഏതാണ്ട് 22ഓളം റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് മാതിരി ആ കൂട്ടായ്മയുടെ ബലം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന
നമ്മുടെ കുടുംബാംഗങ്ങളായ കുട്ടികളുടെ നേരെയും പ്രായമായിട്ടുള്ള വ്യക്തികളുടെ നേരെയും അച്ഛനമ്മമാരുടെ നേരെയും നടന്നുകൊണ്ടിരിക്കുന്ന രാസലഹരി കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന അക്രമങ്ങൾ നമ്മുടെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിക്കേണ്ടായി. അപ്പൊ എന്തിന് ഒരു റെസിഡൻസ് അസോസിയേഷൻ? റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? പണ്ട് നമ്മുടെ കുടുംബ കൂട്ടായ്മ ഉണ്ടായിരുന്നു. കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത് അവരവരുടെ സാമുദായികമായിട്ടുള്ള കുടുംബങ്ങൾ കൂടി അവരുടെ കുടുംബങ്ങൾ കൂടി മാത്രം ചിന്തിക്കുന്ന കൂട്ടായ്മ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ മാത്രമായിട്ട് മാറി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജനങ്ങളെ ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ മുമ്പിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും അത് കണ്ടുപിടിച്ച് അതിനുവേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് പോകാനും അതിന് എന്താണ് മാർഗമെന്ന് കൂടെ ചിന്തിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ റെസിഡൻസ് അസോസിയേഷൻ നമ്മുടെ ഇന്ത്യയിലല്ല പുറം രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെ നമ്മുടെ പൂർവികരായിട്ടുള്ള പലർക്കും അതിന്റെ നിർദ്ദേശങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ നിലവിൽ റെസിഡൻസ് അസോസിയേഷൻ, പണ്ട് നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ കുടുംബ കൂട്ടായ്മ, ഇന്ന് റെസിഡൻസ് അസോസിയേഷനുമായി. ഇവിടെ ഇന്ന് കാണുന്ന ഒരു അനുഭവം, ഇത്രയും കാലാവസ്ഥ മോശമായിട്ടിരിക്കുന്ന, മോശമല്ല കാലാവസ്ഥ നമുക്ക് വർഷക്കാലം തുടങ്ങിയെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്, പ്രായമായിട്ടുള്ള കുടുംബങ്ങളുടെ ഒരു ഇതാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ ഇന്ന് ഞാനിവിടെ എൻ്റെ കുടുംബ സുഹൃത്തും എൻ്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള ഈ വീടിന്റെ നാഥനായിരുന്ന കോരുതേട്ടൻ അയ്യമ്പള്ളിയിൽ മനപ്പള്ളിയിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന അടുപ്പം, കോരുതേട്ടൻ്റെ ചേർത്തി വിട്ടിട്ടുണ്ട് റോയി, അന്നൊക്കെ വളരെ കുഞ്ഞാണ്. അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കുടുംബങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം ഇന്നും ഞങ്ങൾ മാനസികമായിട്ട് നിലനിർത്തിപ്പോരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുടുംബാംഗങ്ങള് ഇന്ന് പലരും നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കൂടി ഏതാനും 5-6 പേരിൽ കൂടി മാത്രമാണെങ്കിൽ നമ്മുടെ കൂട്ടായ്മയുടെ ആ ഉൾപ്പൊരുൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആ 20 റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് കുഴപ്പള്ളി പഞ്ചായത്തുണ്ടെങ്കിൽ ശോഷിച്ച് അതിന്റെ ആ പ്രാരംഭ കാലഘട്ടത്തിൽ ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പും ഈ റെസിഡൻസ് അസോസിയേഷൻ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർമ്മിക്കുമ്പോൾ അന്നും ആ യോഗത്തിൽ സെക്രട്ടറി എന്ന നിലയ്ക്കും അപ്പെക്സ് കൗൺസിലിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്കും അപ്പെക്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഞാൻ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് സാധിക്കും. കുഴപ്പള്ളി പഞ്ചായത്തില് ആ 20 റെസിഡൻസ് ശോഷിച്ച് ഇന്ന് വീണ്ടും 12 റെസിഡൻസ് അസോസിയേഷനാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ആ ചിന്ത ഇന്ന് മാറി പല രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് പലയിടത്തും അവര് മാത്രം കൂടി നിന്നുള്ള ചിന്തകളും അവര് മാത്രം തീരുമാനിക്കുന്ന കാര്യങ്ങളും അവരുടെ ആ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളുന്ന പല കാര്യങ്ങളും നടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്കായുള്ള പലർക്കും അത് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനോ പറ്റാത്തൊരു കാലാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ചുറ്റുപാടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മാധ്യമങ്ങളിൽ കൂടി, നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നമ്മൾ പല ന്യൂസുകളും നമ്മൾ കാണുമ്പോൾ നമ്മളൊക്കെ ഇരുന്ന് ചിന്തിക്കുക. കാരണം കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയില്ലെങ്കിലും നമ്മൾ കാണുന്ന പല അവസ്ഥകളും നമ്മളുടെ കുടുംബാംഗങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. കൊച്ചു കുട്ടികളെ വരെ ഇന്നലത്തെ പേപ്പർ കണ്ടില്ലേ, ഒരച്ഛൻ ഭാര്യയായിട്ട് ഉപേക്ഷിച്ച് ഭാര്യ പണങ്ങിപ്പോയി, ആ ഭാര്യ നമ്മൾ പേപ്പർ കൂടെ കാണുന്നു, ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടി ആ കുട്ടിയുടെ നേരെ വാക്കത്തിയും കയ്യും ഒക്കെ എടുത്ത് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ നമ്മുടെ ഇതേമാതിരി എന്തെല്ലാം അനുഭവങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്. അപ്പൊ ഇതില് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാര്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ലഹരി മരുന്നിനെതിരെ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും വിവിധ പഞ്ചായത്തുകളെ റെസിഡൻസ് അസോസിയേഷനിൽ സ്വയം ഏറ്റെടുത്തുകൊണ്ടും അതിന്റെ മിക്കവാറും യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഒന്നിലേക്ക് ഞാനോ അല്ലെങ്കിൽ അപ്പെക്സ് കൗൺസിൽ സെക്രട്ടറിയോ പങ്കെടുത്തുകൊണ്ട് അതിന്റെ ഭാഗമാക്കാനും കാര്യങ്ങൾക്ക് നമ്മൾ ഇടപെട്ടുള്ളൂ. അതിന്റെ നിർദ്ദേശങ്ങൾ ഓരോ റെസിഡൻസ് അസോസിയേഷൻ കൊടുക്കുമ്പോൾ പള്ളത്താക്കുളങ്ങര ഈസ്റ്റർ റെസിഡൻസ് അസോസിയേഷൻ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ബഹുമാന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു. കുഴിപ്പള്ളി പഞ്ചായത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റെസിഡൻസ് അസോസിയേഷനിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ് പള്ളത്താവള ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ. കാരണം അദ്ദേഹം പഞ്ചായത്ത് തലത്തിൽ യോഗം നടന്നപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ കുഴിപ്പള്ളി പഞ്ചായത്ത് അപ്പെക്സ് കൗൺസിൽ പ്രസിഡന്റ് എന്നോട് വിളിച്ച് പുള്ളി ഒന്നിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ചന്ദ്രശേഖരൻ ചേട്ടാ, നമ്മുടെ കുഴിപ്പള്ളി പഞ്ചായത്ത് റെസിഡൻസ് അസോസിയേഷൻ ഏതെല്ലാം എങ്ങനെയൊക്കെയാണ് നല്ല രീതിയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം എന്നോട് ചോദിച്ചിരുന്നു. അതിന് ഞാൻ പേര് നിർദ്ദേശിച്ചത് ഫസ്റ്റ് പ്രയോറിറ്റി പള്ളത്താവളങ്ങര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷനാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന അപ്പെക്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നേരിട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നതിലും അതിൻ്റെതായ വശങ്ങളിൽ കൂടി കാര്യങ്ങൾ ചിന്തിക്കുന്ന ഇടപെടുന്ന ആളുകളാണ്. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ന്യായമായിട്ടുള്ള വശത്ത് മാത്രമേ ഞാൻ ഇതുവരെ നിൽക്കുകയുള്ളൂ. ഇവിടെ കുഴിപ്പള്ളി പഞ്ചായത്തിൽ മുൻകാലങ്ങളിൽ ഇപ്പോൾ ഇവിടെ ബഹുമാന്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. പണ്ട് അപ്പെക്സ് കൗൺസില് ആ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് അവരെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മോട്ടിവേഷൻ ക്ലാസ് നടത്താറുണ്ടായിരുന്നു. അന്നൊക്കെ നല്ല രീതിയിൽ കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഒരു നേരത്തെ ഉച്ചനേരത്തെ ആഹാരമോ അല്ലെങ്കിൽ വൈകിട്ട് ചായ സൽക്കാരമോ നടത്തിക്കൊണ്ട് ആ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പ്രചോദനം കൊടുത്തുകൊണ്ട് 10ാം ക്ലാസ് A+, കാരണം പണ്ട് ഫസ്റ്റ് ക്ലാസ് ആണ്, ഇപ്പൊ A+ അങ്ങനെയൊക്കെ മേടിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന പുരസ്കാരത്തിൽ പഴയ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഞാൻ പേരിട്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം 9 A+ മേടിച്ചിട്ടുള്ള കുട്ടികൾക്കും കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി. അപ്പൊ പറഞ്ഞാൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ബോധ്യപ്പെടുത്തിയെന്ന് വെച്ചാൽ ഫുൾ A+ മേടിച്ചിട്ടുള്ള കുട്ടികളുടെ പെർസെന്റേജ് മാർക്ക് നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ ചിലപ്പോ 9 A+ മേടിച്ചിട്ടുള്ള കുട്ടികൾക്ക് ആവറേജ് മാർക്ക് ഉണ്ടാവും, കൂടുതൽ ഉണ്ടാവുന്നതാണ് ആ പ്രസിഡന്റിന്റെ നിർദ്ദേശം. ശരിയായിരുന്നു. അങ്ങനെ 9 A+ മേടിച്ചിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ മൊമെന്റ് കൊടുത്ത് അവരായിരിക്കും. മറ്റുള്ള കുട്ടികൾക്ക് ഒരു മൊട്ടുചെങ്കിലും മൊട്ടുചു കൊടുത്തിട്ട് അവർക്ക് പ്രചോദനം നൽകിക്കൊണ്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്തുമായിരുന്നു. ഇന്ന് അങ്ങനെ നടത്താൻ പറ്റാത്ത ചുറ്റുപാട് വന്നാൽ ഒന്ന് അപ്പെക്സ് കൗൺസിൽ നിർബന്ധമായിട്ടും ആരിൽ നിന്നും പിരിവെടുത്ത കാര്യങ്ങളും ചെയ്യാറില്ല. ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പരിപാടികൾ വരുന്ന സമയത്ത് റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തികം മേടിച്ചുകൊണ്ട് ആ സമയത്തെ കാര്യങ്ങൾക്ക് കൃത്യമായുള്ള കണക്കും കാര്യങ്ങളും മാസം തോറും അതിന്റെ കമ്മിറ്റി കൂടി ആ കണക്ക് അവതരിപ്പിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ കെട്ടിടങ്ങൾ പണിത് നമുക്ക് ആവശ്യാനുസരണം കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ അയ്യമ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിലുള്ള കിടത്തി ചികിത്സ നിഷേധിച്ചിട്ട് വർഷങ്ങളായി. അത് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. കഴിഞ്ഞ കാലങ്ങളിലെ ഭരണകർത്താക്കൾ അന്ന് മനസ്സിലാക്കിയപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ള അടിസ്ഥാനത്തിൽ അത് ഡീപ്രൊമോട്ട് ചെയ്ത് ഹെൽത്ത് സെന്ററായിട്ട് മാറി. ആ ഹെൽത്ത് സെന്ററിൽ നിന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായിട്ട് മാറി. ഇപ്പോ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറണം. സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് അവിടെ ഡോക്ടർമാരുടെ ലഭ്യത വേണ്ടോടത്തോളം അവിടെ ലഭ്യത ഇല്ല. പലതും അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. അത് പ്രസിഡന്റിന് അറിയാം. പക്ഷെ എന്നാലും നമ്മുടെ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ ഒരു നടപടിയും ചെയ്യാൻ പറ്റില്ലെങ്കിലും അവിടെ കിടത്തി ചികിത്സ പുനരാരംഭിക്കണം. ഡോക്ടർമാരുടെ ലഭ്യത ഉറപ്പാക്കണം. വൈകിട്ട് 6 മണി വരെ അയ്യമ്പള്ളി ആശുപത്രിയുടെ OP ടൈം 6 മണി വരെ ആക്കണം. ഇപ്പൊ 3 മണിക്ക് കൂട്ടി പോകണം. ഡോക്ടർമാരിൽ 2 ഡോക്ടർമാരുടെ അടുത്ത് ഒരു ഡോക്ടർ മെഡിക്കൽ ഓഫീസർ രാവിലെ ഉണ്ടോ. ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അങ്ങനെയല്ലേ പെട്ടുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ 11 മണിക്ക് വേണം. ആ ഡോക്ടർക്ക് കൃത്യമായിട്ട് വരാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ വരുമ്പോ നമ്മുടെ കുഴിപ്പള്ളി പഞ്ചായത്തിൽ നിന്നല്ല ഇതര പഞ്ചായത്തുകളെയും ഏഴിക്കര, മൂത്തൂന്നം, പറവൂർ മേഖല അന്നൊന്നും ഈ പറവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും വളർന്നിട്ടില്ല. എടവനക്കാട് പഞ്ചായത്തിലുണ്ടായിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ സെന്റർ അതൊന്നും അന്നും വെറും ഡിസ്പെൻസറി മാത്രമായിരുന്നു. അയ്യമ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരു താലൂക്ക് ആശുപത്രിയുമായി ഉയർന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ഇവിടെ പള്ളിപ്പുറത്ത് ബെനഡിക്റ്റ് പറഞ്ഞ വ്യക്തി 328 ദിവസത്തോളം അവിടെ നിരാഹാര സമരത്തിലും അവിടെ കാര്യം എടുക്കാണ്ട് ആ പുള്ളിക്കാരൻ അതിൽ നിന്ന് പിന്മാറിയതല്ല, പുള്ളിക്കാരൻ മാറി സംഗതി അവിടെ ഇപ്പൊ എന്തോ ചെയ്തായിരുന്നു. അങ്ങനെ വൈപ്പിൻകരയില് ഞാനൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവിടുത്തെ ഒരു ആശുപത്രിയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും കാര്യങ്ങളോട് മുന്നോട്ട് കൊണ്ടുപോകാൻ കാര്യങ്ങൾ സാധിക്കാതെ വന്നപ്പോ അവിടെയും സമരമാർഗങ്ങൾക്ക് ഉപയോഗിച്ച് ഇപ്പൊ കുറച്ച് ആനുകൂല്യങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതിന്റെ വിഷയം നമ്മൾ രാഷ്ട്രീയ പ്രതിനിധിയുണ്ടാകും.
അങ്ങനെ നമ്മുടെ അയ്യമ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയുടെ കാര്യങ്ങൾ പഴയ കാലത്തെ പോലെ സുഗമമാക്കി കൊണ്ടുവന്നിട്ട് പൂർണ്ണമായിട്ടും ആക്കാൻ സാധിക്കില്ല എങ്കിലും നമ്മൾക്ക് ഡോക്ടർമാരുടെ ആ ലഭ്യതയും അവിടെ കിടത്തി ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആക്ഷൻ കൗൺസിൽ കുഴിപ്പള്ളി പഞ്ചായത്ത് ഗവൺമെന്റ് ആശുപത്രി ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടുള്ള അയ്യമ്പള്ളി ഗവൺമെന്റ് ആശുപത്രി ജനകീയ സംരക്ഷണ സമിതി എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ആ സംഘടനയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് അതിന്റെ പ്രസിഡന്റ് നിലയ്ക്കും 48 പേരടങ്ങുന്ന ഒരു പൊതുയോഗത്തിൽ അതില് 18 പേര് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങളും പരാതികൾ കൊടുത്തിട്ട് യാതൊരു നടപടികളും ഉണ്ടായില്ല. പക്ഷേ ആ നടപടി ഉണ്ടാവുന്നതിന് ബന്ധപ്പെട്ട മന്ത്രിതലത്തിൽ പോയിട്ട് നമുക്കൊരു മറുപടി കിട്ടിയിട്ടില്ല. അതിന് മറുപടി കിട്ടും, ഏത് കിട്ടും എന്ന് പക്ഷേ ഇന്നലെ ആ ഒരു മറുപടി കിട്ടാത്തിടത്തിൽ നമ്മുടെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ പല പരാതികളും വന്നപ്പോൾ, വയോജന ക്ലബിൽ പരാതികൾ വന്നപ്പോൾ, പെൻഷനേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി പരാതി വന്നപ്പോൾ അതും നമ്മളോട് പറയുന്ന അനുസരിച്ച് എല്ലാവരെയും കൂട്ടമായിട്ട് ചിന്തിച്ചതിലാണ് ഈ ആക്ഷൻ കൗൺസിൽ ഉണ്ടായത്. അതിന് ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ഇതേ സമയത്ത് ആ കോരിച്ചൊരിയുന്ന മണിത്തിൽ ഏതാണ്ട് 68ഓളം അംഗങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ, നമ്മുടെ രാഷ്ട്രീയം അതിൽ കടത്തിയിട്ടില്ല, സാമുദായിക ഭേദമന്യേ പങ്കെടുക്കാവുന്ന സംഘടനകൾ ഉൾപ്പെടെ നമ്മുടെ 68 പേരോളം ഇന്നലെ അയ്യമ്പള്ളി ആശുപത്രിപ്പടി വരെ നമ്മളൊരു പദയാത്ര നടത്തി അതിന്റെ നിവേദനം സമർപ്പിച്ചുള്ള അവരെ കണ്ടുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ആരെയും ബോധ്യപ്പെടുന്നതല്ല, സാധാരണക്കാരുടെ അത്താണിയായിട്ട് അയ്യമ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിൽ നമുക്ക് വേണ്ടി ചികിത്സ കിട്ടേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി തരണം. ഇതെല്ലാം നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെയും കൂടി ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ ഈ പ്രാദേശിക തലത്തിൽ നിങ്ങൾക്കൊരു അതിരുണ്ട്. ആ നിങ്ങളുടെ അതിരിനുള്ളിൽ നിങ്ങൾ ചിന്തിക്കുന്നതനുസരിച്ച്, നിങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ച് അവിടെ നിർധനരായ, രോഗികളായ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായ ഇവരുടെ പല കാര്യങ്ങളും ഇടപെട്ട് വേണ്ട രീതിയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന കുഴിപ്പള്ളി പഞ്ചായത്തില് അതില് 6 റെസിഡൻസ് അസോസിയേഷൻ മുഖ്യ മുൻപന്തിയിൽ നിൽക്കുന്ന റെസിഡൻസ് അസോസിയേഷനാണ് ഈ പളത്താവളങ്ങര ഈസ്റ്റ് റെസിഡൻസ് ഇല്ല എന്നുള്ളതാണ്. ഏറെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നമ്മളെല്ലാം കൂട്ടുകുടുംബത്തിൽ ജനിച്ചവരും വളർന്നവരുമാണ്. അവിടെ നിന്നെല്ലാം മാറി അണുകുടുംബത്തിലേക്ക് ആയപ്പോ നാം ഏറെ വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് അണുകുടുംബത്തിൽ നിന്നും മാറി അവരവരുടെ മുറിയിലേക്ക് ഒതുങ്ങി, ഒരു മൊബൈലും ഒരു മുറിയിലുമായി, അപ്പൻ അപ്പന്റെ മുറിയിൽ, അമ്മ അമ്മയുടെ മുറിയിലും, മക്കൾ മക്കളുടെ മുറിയിലായി ഒതുങ്ങിപ്പോയി. ഈ സമയത്ത് പരസ്പരം സംസാരിക്കാനോ ഒന്നും പങ്കുവയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഏറെ മാറിപ്പോയി. അങ്ങനെയുള്ള ഈ സാഹചര്യത്തില് നമ്മുടെ കുട്ടികൾ ഒത്തിരിയേറെ ലഹരിക്ക് അടിമപ്പെട്ട് വഴിതെറ്റി നമ്മുടെ സമൂഹം അധപ്പതനത്തിന്റെ പാതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ എത്ര കുടുംബാംഗങ്ങൾ സംബന്ധിച്ചു എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. വളരെ വിശേഷപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു അത് കേൾക്കേണ്ടതായിരുന്നു. കാരണം നമ്മുടെ ചെറുപ്പകാലങ്ങളില് ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ മയക്കുമരുന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഹാഷിഷ്, ഹെറോയിൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒട്ടനവധി സാധനങ്ങൾ നമ്മളുടെ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അന്ന് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നാം എല്ലാം ഒതുങ്ങിക്കൂടിയ അവസ്ഥയിൽ നിന്നും ഈ ഒരു സന്തോഷത്തിന്റെ നിറവിലേക്ക് എല്ലാവർക്കും കൂടി എത്താൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാൻ ഇതുപോലെയുള്ള സംഘടനകൾ നല്ല നല്ല ക്ലാസുകൾ സംഘടിപ്പിക്കുക, അവരെ നല്ല ഗുണപാഠങ്ങൾ നൽകാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഈ റെസിഡൻസിന്റെ ഒക്കെ വലിയ മഹത്വം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് മെസ്സേജ് ഞാൻ കാണാൻ അവസരം ഉണ്ടായി. നന്നായി അത് വായിക്കാൻ ശ്രദ്ധിക്കാൻ സാധിച്ചില്ലെങ്കിലും ചെറുതായി ഒന്ന് ഓടിച്ച് അങ്ങോട്ട് എത്തിച്ചു. അതിലെനിക്ക് വെങ്ങോല പഞ്ചായത്താണെന്ന് എനിക്ക്, തെങ്ങോല എന്ന പ്രദേശമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഇതുപോലെ റെസിഡൻസ് രൂപീകരിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അവര് 1200 പരം വീടുകളുള്ള ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. അവിടുത്തെ ജനങ്ങളുടെ സെൻസസ് അവരെടുക്കുകയുണ്ടായി. അങ്ങനെ എടുത്ത കൂട്ടത്തില് അവർക്ക് മനസ്സിലായി അവിടെ ഒട്ടനവധി ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി 2 കാര്യങ്ങളാണ് ഇതിന് മുന്നോക്കമായി നിൽക്കുന്നത്.
അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുക എന്നുള്ളതാണ്. കണ്ടെടുത്ത് വലിച്ചെറിയുക, ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള കാര്യമാണ്. കൂട്ടിയിട്ട് കത്തിച്ചു കളയുക എന്നതായിരുന്നു നമ്മുടെ പരിപാടി. എന്നാൽ അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഈ ഗ്രാമ പഞ്ചായത്ത്, ഈ ഭരണസമിതി അതിനൊരു മാർഗം കണ്ടെത്തി നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോ അത് ഒരു പ്രധാന കാരണമാണെന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷം നിറഞ്ഞ പച്ചക്കറികൾ, നമുക്കറിയാം അന്യ സംസ്ഥാനങ്ങളിൽ കേരളീയർക്കായി പ്രത്യേക പച്ചക്കറികൾ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വിഷം കൂടുതൽ അടിച്ച് കേടാവാതെ ഒരു പുഴു പോലും. നമ്മൾ പുറം അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കൃഷിയിടങ്ങളിൽ പക്ഷികളൊക്കെ ജന്തുക്കളൊക്കെ ചത്തു കിടക്കുന്നത്. കാരണം അത്രയേറെ മാരകമായ വിഷമാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊരു തീരുമാനമെടുത്ത് ഇവിടെ ജോലിയുള്ളവരും ജോലി ഇല്ലാത്തവരുമായി ഒട്ടനവധി ആളുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ തരിശായി കിടക്കുന്ന കുറെ ഭൂമി പാട്ടത്തിന് അങ്ങോട്ട് ഏറ്റെടുത്തു. അവരെന്ത് ചെയ്തു? അവിടെ കൃഷി ഇറക്കി. ജോലിയുള്ളവർ ജോലി ഇല്ലാത്ത സമയങ്ങളിലും അല്ലാത്തവർ മുഴുവൻ സമയങ്ങളിലും കൃഷിയിലേക്ക് ഇറങ്ങി. അവർ നന്നായി കൃഷി ചെയ്തു. അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉണ്ടാക്കി എന്നതിലുപരി അവർക്ക് അത് വിൽക്കാൻ വരെ സാധിക്കുന്ന അവസ്ഥയിലേക്ക് അവർ വളർന്നു. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് സംസ്കരിച്ച് മറ്റ് ഉപയോഗ വസ്തുക്കൾ ഉണ്ടാക്കാനും അവരൊരു സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ അവരതൊരു വലിയ പ്രസ്ഥാനമായി വളർന്നു. ഇന്ന് അവരുടെ ആസ്തി എന്ന് പറയുന്നത് കോടികളാണ്. ഇപ്പൊ അത്രയൊക്കെ നമുക്ക് എത്താൻ പറ്റിയില്ല എങ്കിലും നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ, ചെറിയ ചെറിയ കൃഷികളൊക്കെ നമുക്ക് ഇതുപോലെ നിന്ന് ചെയ്യുവാനും വിഷമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ റെസിഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, എനിക്ക് പഞ്ചായത്ത് തലത്തിൽ വർഷത്തിലൊരിക്കലൊക്കെയാണ് നമ്മുടെ വഴികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഇവിടെ ഈ റെസിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വഴിയിലൂടെ വരുമ്പോ മുഴുവൻ സ്ഥലവും ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇവർ സൂക്ഷിച്ചിരിക്കുന്നു. ഇവർ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏറെ അഭിനന്ദനം തരേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാൻ അച്യുതൻ, എന്റെ ഭാര്യ ഉഷ. ഞങ്ങൾ താമസിക്കുന്നത് ഷാരിയുടെ വീടിന്റെ കിഴക്കേതാണ്. എന്റെ സഹധർമ്മിണി ജീവൻ. ഈ റെസിഡന്റ് അസോസിയേഷനിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ പല റെസിഡൻസ് അസോസിയേഷനിലും പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. ജോന്നാണ്. അമ്മയുണ്ട് വീട്ടില്, അനിയനും ഉണ്ട്. ഞങ്ങൾ 3 പേർക്ക് പനിയാണ്. പിന്നെ ഇവിടെ വരണമല്ലോ, പരിചയപ്പെടണമല്ലോ, അതുകൊണ്ടാണ് വന്നത്. നമ്മുടെ വിനോദേട്ടന്റെ വീടിന്റെ ബാക്കിലാണ് എന്റെ വീട്. ചെറുവിലാണ് നേരത്തെ താമസിച്ചിരുന്നത്. അപ്പൊ ഓക്കെ. എൻ്റെ പേര് സജീവ്. വീട്ടില് അമ്മ, ഭാര്യ, 2 കുട്ടികളാണുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുകയാണ്. ഭാര്യ ഇവിടെ ഉണ്ട്. അവര് തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ടതോ മേക്കപ്പിലൊക്കെയാണ് തോന്നുന്നത്. ഭാര്യ പേര് സ്മിത എന്നാണ്. അപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായി ആകാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുന്നു. പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും. ഈ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ശ്രീ യേശുദാസിന് ജോലി സംബന്ധമായി വിദേശത്തേക്ക് പോകേണ്ടി വന്നതിനാൽ അദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിച്ച് രാജ്യം അംഗീകരിക്കുകയും ശ്രീമതി ശാരി യേശുദാസിനെ കമ്മിറ്റിയിലേക്ക് എടുക്കുകയും ജോയിന്റ് സെക്രട്ടറിയായി സ്ഥാനം നൽകുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മുടെ CCTV പ്രവർത്തനരഹിതമാണ്. ഇത് നമ്മുടെ ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. CCTVയുടെ പരിപാലനം വളരെ ചെലവേറിയതാണ്. എങ്കിലും നമ്മുടെ സാമ്പത്തിക പരിധിക്കുള്ളിൽ നിർത്തി CCTV പ്രവർത്തിപ്പിക്കുവാൻ ശ്രമിക്കും. വർഷങ്ങളായി കോലാടി റോഡിൽ തടസ്സമായി നിന്ന ഇലക്ട്രിക് പോസ്റ്റ് പേരയുടെ നേതൃത്വത്തിൽ മാറ്റി കോലാടി റോഡിന്റെ വികസനത്തിന് ഈ റെസിഡൻസ് അസോസിയേഷൻ പങ്കാളിയായി. കാരണം വഴി വികസനം റെസിഡൻസ് അസോസിയേഷന്റെ ഡ്യൂട്ടിയല്ല, അത് പഞ്ചായത്തിന്റെ കർത്തവ്യമാണ്. ഇതുമൂലം നമ്മുടെ പഞ്ചായത്തിനെ സഹായിക്കുവാൻ കഴിഞ്ഞതിൽ അസോസിയേഷന് വളരെയധികം സന്തോഷമുണ്ട്.